ഇന്ന് ഷിസുട്ടൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്കൂളിൽ പോകാൻ. അങ്ങനെ ഞങ്ങളൊരു 9:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നാണെങ്കിൽ നല്ല അടിപൊളി മഴയാണ്. മഴ പിന്നെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായതുകൊണ്ട് ഞങ്ങളും ഹാപ്പിയായി. അങ്ങനെ 10 മണിക്കായിരുന്നു നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാം പറഞ്ഞിരുന്നത്. ഏറെക്കുറെ 10 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്കൂളിലെത്തിയിരുന്നു. പാർക്കിംഗ് ഏരിയ മുഴുവൻ ഫില്ലായ കാരണം നമ്മൾ റോഡ് സൈഡിൽ തന്നെ വണ്ടി സൈഡാക്കി നേരെ നടന്നു സ്കൂളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക്. നേരെ പോയത് പാർക്കിലേക്കാണ്. പാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഏറെക്കുറെ പാർക്ക്, അവർക്ക് പിന്നെ അതിലേക്കാണല്ലോ കണ്ണു പോവാ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവിടെ അവനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്കും ക്ലാസ്സിൽ കുട്ടികളെ കയറ്റാൻ പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അവൻ്റെ ക്ലാസ് തിരഞ്ഞിപ്പോയി. അതിനുശേഷം അവിടെ ബലൂൺ കൊടുക്കലും അവരെ ഫോട്ടോ എടുക്കലും അങ്ങനെ. പിന്നെ നമ്മൾ നേരെ പോയത് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. അവിടെ പിന്നെ ഓരോ അതിനുശേഷം കുഞ്ഞുമോളുടെ പ്രയറിന് വേണ്ടി എല്ലാവരും എഴുന്നേറ്റിരുന്നു. സത്യം പറഞ്ഞാൽ കുഞ്ഞുമോളെ പ്രയർ കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചെറു പ്രായത്തിൽ ഒരു സ്റ്റേജ് ഫിയറും കൂടാതെ ഇത്ര സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ വെച്ചാൽ അത് ചെറിയൊരു കാര്യമായിരുന്നു. ശേഷം പിന്നെ അവിടുത്തെ കുഞ്ഞു മക്കളെ ഒരു ചെറിയ വെൽക്കം ഡാൻസ് ആയിരുന്നു. പിന്നെ അത് കാണാൻ വേണ്ടി എല്ലാവരും അതിലേക്ക് നോക്കിയിരുന്നു. വോയിസറായ ബഹുമാനപ്പെട്ട പാലക്കാട് സാധിക്കരി ശിഹാബ്ദങ്ങൾ അവരുടെ തിരുമത്ത് സ്ഥാപനങ്ങളുടെ അഭിനന്ദനായ മാനേജർ ക്യാപ്റ്റൻ സാഹിബ് അവരുടെ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم رب زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا ربي دوني بالغيب وسعادة اللهم ربي رحمتك كلنا وانجا اللهم انك تبارك ومن صالح അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി ഞങ്ങളും സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടോ. സത്യം പറഞ്ഞാൽ പ്രോഗ്രാം അവസാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അന്നൊരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് തന്നിരുന്നു. സോ ഞങ്ങൾ നേരെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോഴേക്കും മഴ ഒന്ന് വിട്ട അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മഴ ഇരട്ടിക്ക് കൂടിയെന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ റോഡിലോടുള്ള ആ വെള്ളവും ആ ട്രാഫിക് ലൈറ്റിൻ്റെ അതും കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗി തോന്നി. അങ്ങനെ പിന്നെ പക്ഷേ ആ ഭംഗി ആസ്വദിക്കാനൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം വിശപ്പുണ്ടായിരുന്നു. കാരണം സമയം 3:30-4 മണി ഏറെക്കുറെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ തപ്പി നടക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹോട്ടൽ തിരഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് നമ്മളെ കണ്ണിൽ പെട്ടത്, സമുദ്രം. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ തന്നെ വണ്ടി സൈഡാക്കി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മേലോട്ട് കയറി കേട്ടോ.
അങ്ങനെ ഷിസുട്ടൻ മേലെ കയറി ഇരിക്കണതിന് മുന്നേ തുടങ്ങി വാശി. എന്തിനാന്നല്ലേ, ഐസ്ക്രീമിനല്ലാതെ എന്ത്. ഏത് ഹോട്ടലിൽ പോയാലും അവൻ ആദ്യം ഒരു ഐസ്ക്രീം മസ്റ്റാണ്. പറ്റൂല എന്ന് പറഞ്ഞപ്പോഴുള്ള കരച്ചിലാണ് ആ കാണുന്നത്. അങ്ങനെ പിന്നെ അവനേറ്റ് ഐസ്ക്രീം വാങ്ങാൻ വീണ്ടും ഇറങ്ങി താഴോട്ട്. അങ്ങനെ അവൻ തന്നെ പോയി അവനക്കിഷ്ടമുള്ള ഒരു ഐസ്ക്രീം എടുത്തപ്പോഴാണ് അവൻ്റെ ശ്വാസം നേരെ വീണത്. അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി നമുക്കിഷ്ടമുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീണ്ടും മേലോട്ട് തന്നെ പോയിട്ടോ. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയ സ്മെല്ല് ഇങ്ങനെ വന്നു തുടങ്ങിയിരുന്നു. സത്യം പറഞ്ഞാൽ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റവും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ഐറ്റം എടുക്കാൻ പറ്റില്ല. അതിനുള്ള ക്ഷമ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രമാത്രം